ഈ കരഞ്ഞായിട്ട് ഞാൻ ബാക്ക് ഇങ്ങനെ സൈഡിൽ വന്നിരുന്നപ്പോൾ എന്നോട് തൊട്ടടുത്തിരുന്ന ഒരു കൊളീഗിൻ്റെ അടുത്ത് ചോദിക്കാം ഏതാ ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി. എന്നിട്ടാണോ കരഞ്ഞത്? ചാലഞ്ചിങ് ഫേസ് ആയിട്ട് തോന്നിയത് ഏതാണ്? ആലോചിച്ച് നോക്കിയത് നമ്മുടെ സ്വന്തം മോളുടെ പ്രായമുള്ള കുട്ടികൾ നമ്മുടെ മുന്നിൽ ചലനമില്ലാതെ കിടക്കാവുന്ന സിറ്റുവേഷൻ ആലോചിച്ചു. MBBS നമ്മളിപ്പോൾ എടുത്ത് വീണ്ടും ചെയ്യാൻ ഒരു അവസരം തരികയാണെങ്കിൽ സാർ എന്തായിരിക്കും ഡിഫറെന്റ് ആയി ചെയ്യുക? എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹ്യൂമൻസ് ഓഫ് ഹെൽത്ത് കെയർ. ദിസ് ഇസ് രാധിക ദീജു, മെഡിക്കൽ സ്റ്റുഡൻറ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ അഫാൻ എ അക്ബർ ആണ്. ഹി ഈസ് എ എമർജൻസി ഫിസിഷ്യൻ, ആസ്റ്റർ മിംസ്, അരീക്കോട്. വെൽക്കം സർ. വെൽക്കം. ഹായ്. ഫസ്റ്റ് തന്നെ നമുക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടൊരു ഡോക്ടറായി? എന്തുകൊണ്ട് ചൂസ് ചെയ്തു? ഇൻസ്പിറേഷൻ ആണോ അല്ലെങ്കിൽ ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ഡ്രീം ആണോ? ഇൻസ്പിറേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. ലൈക്ക് ചെറുപ്പം തൊട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഡോക്ടർ ആവണമെന്ന്. ആ ആഗ്രഹം ചെറിയ രീതിയിൽ കൊണ്ടുവന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതൊക്കെ ഒരു എന്താ പറയുക, അത് വേണം ഒരു ഇൻസ്പിറേഷൻ ആക്കി കൂട്ടാം. ഇപ്പം അപ്പയും പറയുന്ന ഡോക്ടർ നല്ലതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇക്കാക്കന്മാർ, അല്ലെങ്കിൽ ബ്രദേഴ്സ്, അല്ലെങ്കിൽ സിബ്ലിങ്സ്, അല്ലെങ്കിൽ കസിൻസ്, ഇവരെല്ലാവരും ഡോക്ടേഴ്സാണ്. അപ്പോൾ അവർ ഡോക്ടേഴ്സ് അല്ലേ, നീ ഡോക്ടറാകും, ആ ഒരു ടോക്ക് ഉണ്ട് എന്തായാലും. ബട്ട് ഐ പേഴ്സണലി ലൈക്ക് ദാറ്റ് പ്രൊഫഷൻ. സോ അതൊരു ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഡോക്ടറാകുന്നുള്ളത്. ഓക്കെ. അതിനുശേഷം പിന്നെ സാറിന്റെ MBBS ജേർണി ഒക്കെ എങ്ങനെയായിരുന്നു? എവിടെയായിരുന്നു ചെയ്തത്? എന്തൊക്കെയാണ് മെമ്മറി? ഭയങ്കര രസമായിരുന്നു. MBBS ജേർണി. MBBS ജേർണി ആക്ച്വലി I did my UG in KMCT മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ് മുക്കം. സോ കാലിക്കറ്റ് മുക്കത്തോട്ട് എത്തുന്നത് തന്നെ വലിയൊരു രസകരമായൊരു കഥയാണ്. ഇനീഷ്യൽ ഫേസിൽ എല്ലാവരും ചെയ്യുന്ന പോലെ 2-3 വട്ടം എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയിൽ ആദ്യം ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒരു എക്സാം കൂടെ എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ എക്സാം എഴുതാൻ വേണ്ടി നമുക്ക് സെൻറ്റർ കിട്ടുന്നത് മുക്കത്തിനടുത്തുള്ള കള്ളന്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ അവിടെ ഒരു സ്കൂളിൽ ഇങ്ങനെ എക്സാം എഴുതാൻ ഞാൻ ചെല്ലുന്നു. ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ, ഇതെനിക്ക് പറഞ്ഞു കേട്ടുള്ള അറിവാണോ, എനിക്ക് നേരിട്ട് അനുഭവിച്ചിട്ടില്ല. എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ അപ്പോൾ കുറേ ആൾക്കാരെ ഇങ്ങനെ കണ്ട് പരിചയപ്പെടുന്നുണ്ട്. അപ്പം അപ്രതീക്ഷിതമായിട്ട് ഒരാളെ കണ്ടുമുട്ടി. അപ്പോൾ അയാൾ പറഞ്ഞു, അയാൾ ആക്ച്വലി KMCTയിലെ ഒരു ഫിനാൻഷ്യൽ എന്തോ സംഭവമായിരുന്നു. അയാൾ പറഞ്ഞു, ഇങ്ങനെ KMCT എന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജ് ഉണ്ട്, നല്ല കോളേജാണ്, വളർന്നു വരുന്ന കോളേജാണ്, അപ്പോൾ അവിടെ ഒന്ന് നോക്കിക്കൂടെ എന്ന്. അപ്പോഴാണ് പെട്ടെന്ന് ഫാദറിന് ക്ലിക്കായത്. ലൈക്ക് തൊട്ടടുത്ത് തന്നെ, ഇവിടുന്ന് അടുത്ത് പോയി നോക്കാം, ആ ഒരു ചിന്തയായിരുന്നു. ഞാൻ ഇറങ്ങി, എന്നോട് എക്സാം ഉണ്ടായിരുന്നു ചോദിച്ചു. ആസ് യൂഷ്വൽ കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മൾ പറഞ്ഞു. അപ്പോഴൊന്നും ഈ ജോയിൻ ചെയ്യുന്ന കാര്യം ചിന്തിക്കുന്നില്ല കേട്ടോ. അപ്പോൾ വാപ്പനോട് പറഞ്ഞു, വാപ്പ ഇങ്ങനെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കോളേജ് ഉണ്ട്, നമുക്ക് ബസ്സിന് പോയി നോക്കാം. പോയി ചെല്ലുമ്പോൾ എന്താ, ഒന്നുമില്ല, റോഡും ഇല്ല, ഒന്നുമില്ല, കുറേ ബിൽഡിങ്ങുകളുണ്ട്. ഇങ്ങനെ നോർമൽ ഒരു എങ്ങനെയാണോ ഒരു മെഡിക്കൽ കോളേജ് തുടക്ക സമയത്ത് ഉണ്ടാവുക അതുപോലെ തന്നെ കണ്ടപ്പം മനസ്സിലൊന്നും തോന്നിയില്ല കേട്ടോ, ജോയിൻ ചെയ്യണമെന്ന് തോന്നിയില്ല. അങ്ങനെ അവിടെ പോയി സംസാരിക്കുന്നു. ആസ് യൂഷ്വൽ എല്ലാം ക്ലിയറായി, എല്ലാം നന്നായി വന്നു, അഡ്മിഷൻ കിട്ടുന്നു. ഇതാണ് MBBS കാലിക്കറ്റോട് വരാനുള്ള ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ജേർണി എങ്ങനെയായിരുന്നു? ആ ഒരു 5.5 വർഷം ആലോചിക്കുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന കാര്യം? 5.5 വർഷം ആലോചിക്കുമ്പോൾ, ഈ 5.5 വർഷം എന്ന് എനിക്ക് ഒന്ന് സ്പെസിഫൈ ചെയ്യാൻ പാടില്ലല്ലേ? സ്പെസിഫൈ പാടുണ്ടോ അല്ലേ? ബീയിങ് എ മെഡിക്കൽ പ്രൊഫഷണൽ യു ഷുഡ് നോട്ട് സ്പെസിഫൈ 5.5 വർഷം. ഓക്കെ, എനിവേ 5.5 വർഷം ഭയങ്കര രസമായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. രാധിക രസമായിരുന്നോ? ഇതുവരെയുള്ള കാലഘട്ടം ശരിയാണ്. വെരി നൈസ്. അതിനകത്ത് എന്താ പറയുക, ഫസ്റ്റ് ടൈം അല്ലേ ഒരു മെഡിക്കൽ കോളേജിലോട്ട് പോകുമ്പോൾ ഒരു കുട്ടി പോയി നിൽക്കുമ്പോൾ, നമ്മളൊരു 18, 20, 21 വയസ്സിൽ നമ്മൾ പോയി നിൽക്കുമ്പം എന്താണ് അവൻ്റെ മനസ്സിൽ ഓടി വരുന്നതെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. സോ ഐ വാസ് സോ എക്സൈറ്റഡ്. അതിനകത്തൊരു വെരി കോമഡി ആയിട്ടുള്ളൊരു ഭയങ്കര കോമഡി ആയിട്ടുള്ള കാര്യമുണ്ട്. ഞാനവിടെ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് ഡേ പാരൻസിനെയൊക്കെ വിളിച്ചിട്ട് ഒരു ഓറിയൻറ്റേഷൻ ഉണ്ട്. അപ്പം ലിറ്ററലി അടുത്ത 2 ദിവസം, ഒരു ദിവസം കണ്ട അവധിയുണ്ട്, എന്തോ ഒരു പബ്ലിക് ഹോളിഡേ. സോ ഞാൻ വാപ്പായിട്ട് ഇങ്ങനെ നടന്ന്, നമ്മളന്ന് കുട്ടിയാണല്ലോ, അങ്ങനെ നടന്ന് മാനേജ്മെൻറ്റ് സൈഡിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിക്കുക, അപ്പോൾ നാളെ മറ്റന്നാൾ ഓഫാണോ, അവധിയാണോ, ഹോളിഡേ ആണോ? പറഞ്ഞു. വാപ്പ ഇങ്ങനെ, എന്തിനാ വീട്ടിലോട്ട് വരാനാണോ? ലുക്ക്, നമ്മുടെ മനസ്സിൽ നമ്മളിവിടെ കൊണ്ടിട്ട് ശരിക്കും ഒരു അവധിയാണോ എന്ന് ചോദിച്ചാൽ വീട്ടിലോട്ട് പോകാനല്ലായിരുന്നു. അവധിയാണ്, അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിലായിരുന്നത്. സോ ദാറ്റ് വാസ് വെരി മെമ്മറബിൾ ഡേ ദാറ്റ് ഫോർ മീ. പിന്നെ അങ്ങോട്ട് ഓരോ വർഷത്തെ ഓരോ കോമഡികൾ, ഓരോ പ്രശ്നങ്ങൾ, ഓരോ ഇഷ്യൂസ്, സീനിയേഴ്സിൻ്റെയും ജൂനിയേഴ്സിൻ്റെ തമ്മിലുള്ള അടികൾ, പിന്നെ സിനിമയ്ക്ക് പോക്ക്, പിന്നെ ക്ലാസ്സിൻ്റെ ഇടയിൽ അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞാൽ ബങ്ക് ചെയ്യൽ. മാം പോലും അറിയത്തില്ല, മാം അറ്റൻഡൻസ് തിരിഞ്ഞ് നോക്കി, ഞങ്ങൾ പുറയുന്നൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എന്താ പറയുക, ആ ഒരു കാലഘട്ടത്തിലുണ്ടായ ഒരുപാട് രസകരമായ ഒരു കാര്യമായിരുന്നു. നമ്മൾ രാത്രി ഇപ്പോഴും ഓർക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ലൈക്ക് ഒരു കാലഘട്ടത്തിൽ എക്സാമിൻ്റെ എന്താ പറയുക സ്റ്റഡി ഹോളിഡേയ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ ജൂനിയേഴ്സ് കുറച്ച് പിള്ളേരുണ്ട്, ഞങ്ങൾ ഫുട്ബോൾ കളിക്കും.
ഫുട്ബോളിങ് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ഹോളിഡേ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പഠിക്കുന്ന കാര്യത്തിലാണ് റൂട്ടീൻ സെറ്റപ്പ് ചെയ്യുക അല്ലേ, ഓരോ ടൈം ടേബിൾ. ഇറ്റ് വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫോർ മീ. രാവിലെ എണീക്കുന്നു, 5:30 നമ്മൾ എണീക്കുന്നു, നിസ്കരിക്കുന്നു, കാര്യങ്ങൾ കഴിയുന്നു, നേരെ ഗ്രൗണ്ടിലോട്ടാണ്. 8:30 വരെ അവിടെ നിന്ന് കളിക്കും. അതേപോലെ റുട്ടീൻ. 8:30 തിരിച്ചു വരുന്നു, ക്യാൻറ്റീനിൽ വരുന്നു, കാപ്പി കുടിക്കുന്നു, പിന്നെയും കിടന്നുറങ്ങും. ഉച്ചയ്ക്ക് 2 മണിക്ക് കഴിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, പിന്നെ ഷട്ടിൽ കളിക്കാൻ പോകും. ഇറ്റ് വാസ് വെരി നൈസ്. അപ്പോൾ ഭയങ്കര രസമായി, ഭയങ്കര എൻജോയ് ചെയ്തൊരു കാലഘട്ടമായിരുന്നു. പിന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് ഇൻ ദ സെൻസ് ലൈക്ക് 100 പേര് അടങ്ങുന്ന ഒരു ബാച്ചായിരുന്നു. എല്ലാവരും ഫ്രണ്ട്സാണ്, നമുക്ക് ഫ്രണ്ട്സാണ്, ഓക്കെ. ബട്ട് ഫ്രണ്ട്സ് ഒന്ന് സെലക്ട് ചെയ്ത് വിളിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടാവും. ഞങ്ങളിപ്പോൾ ഒരാളുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ആശാൻ എന്ന് വിളിക്കുന്ന ഒരു പയ്യനുണ്ട്. വളരെ ചെറുതാണ്, നമ്മളെയൊക്കെ കൂട്ടത്തിൽ ഏറ്റവും ചെറുതെന്നൊക്കെ പറയാം. പക്ഷെ ആൾ അടിപൊളി. ആഷിഫ് എന്നാണ് ആളെ ശരിക്കുള്ള പേര്. പക്ഷേ ഇന്നേ വരെ ആളെ ശരിക്കും ആഷിഫ് എന്ന് ആരും വിളിച്ചിട്ടില്ല. ഇവൻ നമ്മുടെ വീട്ടിൽ പോലും ആൾക്കാർ അവൻ വരുമ്പോൾ ഉമ്മയും വാപ്പയും പോലും അവനെ ആശാൻ എന്ന് വിളിക്കണം. അതൊക്കെ ഒരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. സോ അങ്ങനെ പോയി ഓട്ടോമാറ്റിക്കലി സംഭവിട്ടുണ്ട്. ഇപ്പോ MBBS നമ്മളിപ്പോ എടുത്ത് വീണ്ടും ചെയ്യാൻ ഒരു അവസരം തരികയാണെങ്കിൽ സാർ എന്തായിരിക്കും ഡിഫറെന്റ് ആയി ചെയ്യുക? ഏത് ഏരിയ ആയിരിക്കും ഡിഫറെന്റ് ആയി ചെയ്യുക? ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പാസ്സാകുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചില്ല, കഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഒരറ്റത്ത് പോലും എത്തൂല. പിന്നെ ഇത് എന്താ പറയുക, MBBS ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പാർട്ട് ഓഫ് ലേണിംഗ്. പഠിത്തം മാത്രം പോരാ, പഠിച്ചു കഴിഞ്ഞാലും ഒരു 20% ലക്കും കൂടെ ഉണ്ട് അവിടെ. ഈ ചിലപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പേപ്പർ കറക്ഷന് പോകുന്നു, ആ ഇരിക്കുന്ന ആളുടെ മൈൻഡ് സെറ്റ് പോലെ ആയിരിക്കും. അവന് മൂടിയില്ലെങ്കിൽ അവൻ ചിലപ്പോൾ ഒറ്റ അടി വെട്ടി കളയും. അല്ല, ഇറ്റ് ഹാപ്പൻസ്, നടക്കുന്ന കാര്യം. സോ എന്നെ സംബന്ധിച്ച് ഇനി അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ പ്രോപ്പറായിട്ട് പഠിച്ചു പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹം ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലേ എന്താ ഉദ്ദേശം. നമ്മൾ തുടക്കത്തിൽ കയറുമ്പോൾ നമുക്ക് നമ്മൾ ആ MCQ പാറ്റേൺ കഴിഞ്ഞിട്ടാണല്ലോ ഈ പാരഗ്രാഫ് ആൻസേഴ്സ് എഴുതിയിട്ട് കാലങ്ങൾ ആയല്ലോ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഭയങ്കര ഫസ്റ്റ് ഇയറിലൊക്കെ എനിക്ക് തോന്നുന്നു. ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ കുറച്ചും കൂടെ പാരഗ്രാഫ് ബേസ്ഡ് ആയിരുന്നു. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് 2 മാർക്കിന്റെ കുറെ 10 ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ 1 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ്, അങ്ങനെ കുറേ എനിക്ക് ഇപ്പം കുറച്ചും കൂടെ മാറിയിട്ടുണ്ടെന്ന്. അല്ല, കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പലതരത്തിലും മാറി, കുറച്ചും കൂടെ സബ്ജക്ട്സ് വരെ ഓരോ വർഷങ്ങൾ മാറ്റിയിട്ടുണ്ട്. നമുക്ക് അവസാനം ഒരു ഓറിയന്റേഷൻ കുറച്ച് പോയി കഴിഞ്ഞാലാണ് എങ്ങനെയാണ് ഇത് ശരിക്കും നമ്മള്. സോ ഇപ്പോൾ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. രസമല്ല, ലൈക്ക് പഠിപ്പിയായോണ്ട് പറഞ്ഞാൽ അങ്ങനെ പഠിപ്പിയൊന്നുമല്ല കേട്ടോ, പക്ഷെ എക്സ്പീരിയൻസ് ഒരു എൻറ്റയർലി ഡിഫറെന്റ് തിങ്, റൈറ്റ്? ഓക്കെ. ഇതിന് ശേഷം പിന്നെ സാറിന്റെ PG ഡേയ്സ്, ഹൗ വാസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം യുവർ MBBS ഡേയ്സ്? ബിഫോർ ദാറ്റ് PG എടുക്കാന്നുള്ള ചിന്താഗതി വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ചോദിച്ചു തുടങ്ങുമ്പോൾ ബട്ട് ഞാനിപ്പം ഫൈനൽ ഇയർ കഴിയട്ടെ, അതിനുശേഷം ഇന്റേൺഷിപ്പ് കഴിയട്ടെ, എന്നിട്ട് തിങ്ക് ചെയ്യാം. ലുക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ചോദ്യം വന്നില്ല, കാരണം എൻ്റെ തീർന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, അപ്പോൾ PG എന്ന് പറയുമ്പോഴത്തേക്കും ഫൈനൽ ഇയർ എക്സാം. സോ ഫൈനൽ ഇയർ എക്സാമിന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഇൻറ്റേർണൽ മാർക്ക് വന്നു, എല്ലാത്തിൻ്റെയും വന്നു. മെഡിസിൻ വന്നു, സർജറി വന്നു, ഗൈനക് വന്നു, പീഡിയാട്രിക്സ് വന്നു. സർജറിയുടെ ഇൻറ്റേർണൽ മാർക്ക് വന്നു. സോ ഐ തിങ്ക് ഐ ഹാഡ് ഏറ്റവും ലോവസ്റ്റ് മാർക്ക് എനിക്കായിരുന്നു. എനിക്ക് ഒന്ന് 30-ൽ 9 കണ്ടുള്ളൂ. സോ ഇറ്റ്സ് ലൈക്ക് ഐ ഹാവ് നോട്ട് പാസ്ഡ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്നെ HOD വിളിക്കുന്നു. വിജയകുമാർ സാറാണ് നമ്മുടെ സർജൻ. സാർ വിളിച്ചിട്ട്, എടാ മാർക്ക് വളരെ കുറവാണ്, ഒരു കാര്യം ചെയ്ത് സ്കിപ്പ് ചെയ്യും, സർജറി എഴുതണ്ട, ബാക്കി 3 എഴുതും. തൊട്ടപ്പുറത്ത് കൂട്ടുകാരന്മാർ വരുന്നു, എഴുതണ്ട, ബാക്കി 3 എഴുതും. ഇപ്പുറ സൈഡിൽ നിന്ന് വേറെ രീതിയിൽ ഒന്നും നോക്കണ്ട, കട്ടയ്ക്ക് പിടിച്ച് ഒന്നും നോക്കണ്ട, പെട്ടെന്ന് എഴുതി തീർക്കാം, 4 കിട്ടും നമുക്ക്. ഇതൊക്കെ കൂടെ കേട്ടിട്ട് ആകെ ഭ്രാന്തായി. അപ്പം എൻ്റെ ഒരു ഏറ്റവും ക്ലോസ് സർക്കിൾ വരുന്ന 2-3 ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞു. ദീപക് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, അവനാണ് എന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ ബാച്ച്മേറ്റാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എടാ പലരും പലതും പറയും, ബട്ട് യു ആർ കേപ്പബിൾ, ഒന്നിരുന്ന് നോക്കുക, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, കിട്ടിയില്ല പോട്ടെ, ദാറ്റ്സ് എനഫ്, ദർ ഇസ് നോ പോയിന്റ് ആൻഡ് ഡിസപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ ഇവൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു. ഞാൻ വിചാരിച്ചു ഞാനൊന്നിരിക്കാം. സോ ദ കോമഡി വാസ്, സർജറി എഴുതിയപ്പോഴത്തേക്ക് എക്സാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, റിസൾട്ട് വന്നു. ഞാൻ സർജറിക്ക് എനിക്ക് നല്ല മാർക്ക്, ഞാൻ പാസ്സാകുമെന്ന് വിചാരിച്ചൊരു സബ്ജക്റ്റ് ഞാൻ പാസ്സായില്ല. അല്ല, നല്ല മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ച പാസ്സായില്ല. സോ ഐ വാസ് സോ എക്സൈറ്റഡ്. സർജറി, അപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്ന് പഠിക്കാൻ കിട്ടിയൊരു അവസരം പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും കിട്ടുന്നത്. സോ ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായെന്ന് പറഞ്ഞാൽ സർജൻ ആണോന്നായിരുന്നു. ലൈക്ക് കീറി മുറിക്കുക, സാധനങ്ങൾ എടുക്കുക, പുറത്തെടുക്കുക, തുന്നിക്കെട്ടുക, ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. സോ ഐ ഹാഡ് എ ബിഗ് പാഷൻ ടു സർജൻ. അങ്ങനെയാണ് നമ്മുടെ ഇൻറ്റേൺഷിപ്പ് വരുന്നത്. അങ്ങനെ ഇൻറ്റേൺഷിപ്പ് വന്ന് കാഷ്വാലിറ്റി പോസ്റ്റിംഗ്. അന്ന് കാഷ്വാലിറ്റി എമർജൻസി മെഡിസിൻ ഇല്ല. കാഷ്വാലിറ്റിയിലോട്ട് വന്നപ്പോൾ അവിടെ ഒരു കടാകടിയാനായിട്ടുള്ള HOD ഉണ്ട്, ഡോക്ടർ ഫാബിൻ. അത് കണ്ടപ്പോഴാണ് മൊത്തത്തിലങ്ങ് മാറി. അതൊരു ഇൻസ്പിറേഷനാണ് ലിറ്ററലി. ഫാബിൻ ഖാനെ കണ്ട് ദ വേ ഹി ഹാൻഡിൽസ് ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, വെരി യങ്, ചാമിങ്,
ഒറ്റയ്ക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ് റൺ ചെയ്യാന്ന് പറയുന്നത് അത് എമർജൻസി ആണെന്ന് ആലോചിക്കുക. എമർജൻസി പോലത്തെ ഒരു സ്ഥലം ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. The way he communicates with the patients, the way he communicates with the bystanders, the way he saves the life. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പഠിച്ചോനെ ഈ സർജൻ എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് കീറി മുറിച്ചത് ഒട്ടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ആരെയും കുറ്റം പറയുന്നല്ല, ഇത് എൻ്റയർലി ഒരു എന്താ പറയുക ചലഞ്ചിങ് സാധനമാണ്. ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളൊരു ഏറ്റവും വലിയൊരു ഭാഗം എനിക്ക് തോന്നുന്നു എമർജൻസിയിൽ നിന്ന് കിട്ടുക. സോ ഫ്രം ദാറ്റ് പോയിന്റ് ഓഫ് ഡേ, ദ ഫസ്റ്റ് ഡേ ഓഫ് മൈ കാഷ്വാലിറ്റി പോസ്റ്റിംഗ്, ഇറ്റ്സ് റൈറ്റ്. പിന്നെ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. എമർജൻസി മെഡിസിൻ ഇറ്റ് വാസ് മൈ എമർജൻസി. അന്ന് PG ഇല്ല, ബട്ട് എന്തായാലും കാഷ്വാലിറ്റി വർക്ക് ചെയ്യണം, ആ ഒരു ചിന്താഗതിയിലാണ്. അങ്ങനെ എൻ്റെ ഇൻറ്റേൺഷിപ്പ് എല്ലാം കഴിഞ്ഞു. ഞാനിവിടെ നിന്ന് പോയി വീട്ടിലെത്തുന്നു. ജോലിയേ ഇല്ല. ഒരു MBBS ആയുള്ള ഒരു ഡോക്ടറിന് ജോലി കിട്ടില്ല എന്ന് പറയുന്നത് തന്നെ ഇറ്റ് വാസ് എന്താ പറയുക, no opportunity. Literally I was staying in the year around 2017 ആ റേഞ്ചിൽ. ആലോചിച്ച് നോക്കിയാൽ ജോലി ഇല്ലയെന്ന് വെച്ചാൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുക, എൻ്റെ ആ ഇരുത്തം കണ്ടിട്ട് സ്റ്റിൽ ഐ റിമെമ്പർ വാപ്പ വന്നിട്ട് എന്നോട് പറയണം, നീ വിഷമിക്കണ്ട, കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ എൻ്റെ നേറ്റീവ് പ്ലേസ് ആലപ്പിയാണ്. ഓക്കെ, ആലപ്പിയിൽ ചുരുക്കം 2-3 ഹോസ്പിറ്റലേ ഉള്ളൂ ലിറ്ററലി പറയാനാണെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അവിടെ പോയി അന്വേഷിക്കുന്നു, ഗവൺമെൻറ് അപ്ലൈ ചെയ്യുന്നു, മറ്റടുത്ത് അപ്ലൈ ചെയ്യുന്നു, ആർക്കും വേണ്ട, ആർക്കും എടുക്കാൻ പറ്റില്ല, എല്ലാം സാച്ചുറേറ്റഡ് ആണ്. Look, it is in the year 2017. Saturated ആണ്. Like 2018 something. Look, they had, ഞാൻ പറഞ്ഞില്ലേ, duration was different. So I don't know whether. പിന്നെ എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാർ നേരിട്ട് തന്നെ PG പഠിക്കാൻ പോയി. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. സോ ഞാനാകെ ബ്ലാങ്കാണ്. ഒരാഴ്ച ചെയ്യുന്നു, 2 ആഴ്ച ചെയ്യുന്നു, 3 ആഴ്ച ചെയ്യുന്നു, towards 1 month. ചുമ്മാ ഇരിക്കുക വീട്ടിൽ. ഒന്ന് ആലോചിക്കുക, ബീങ് എ ഡോക്ടർ സിറ്റിംഗ് അലോൺ ഇൻ എ ഹോം. ഞാൻ ആ പ്രൊഫഷന് മാത്രമല്ല, മറ്റു പ്രൊഫഷനിലുള്ള ആൾക്കാർ ഇതേ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും. ബട്ട് അന്ന് വാപ്പ വന്നൊരു മോട്ടിവേഷൻ ഇത് തന്നായിരുന്നു. ലൈക്ക് പേടിക്കണ്ട, ലുക്ക് ഹി വാസ് ദെയർ വിത്ത് മീ ആസ് എ സപ്പോർട്ട്. സോ ദാറ്റ് സ്ട്രൈക്ട്, ദാറ്റ് വാസ് മൈ എന്താ പറയുക ഒരു ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഓക്കെ ഫൈൻ, ട്രൈ ചെയ്യാം, പരീക്ഷ പരിശ്രമിക്കാന്നുള്ളതാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു സീനിയർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്, കാലിക്കറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ എമർജൻസിയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, MRCM ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ബട്ട് MO ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് ട്രെയിനിങ് ഇൻ ദ സെൻസ് ലൈക്ക് പ്രോപ്പർ PG കോഴ്സ് അല്ല, ബട്ട് ഒരു ട്രെയിനിങ് കിട്ടും. ഒന്നും നോക്കില്ല. പ്രത്യേകിച്ച് കോഴിക്കോടാണ്. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ഒന്നും നോക്കില്ല. പാപ്പനോട് പറഞ്ഞു, പടയെന്ന് പാക്ക് ചെയ്തു, ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, പോയി ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ബേബിയിൽ വരുന്നു. അവിടെയാണ് എമർജൻസിയിൽ ഒരു 1 year, പീക്ക് 1 year. അവിടെ നിന്നാണ് ഞാൻ കേസുകളൊക്കെ കണ്ട് ആകെ ഞെട്ടി അന്താളിച്ച് പോയത്. ഇത്രയും നാളും കണ്ടതൊന്നുമല്ല എമർജൻസി എന്ന് മനസ്സിലായത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വരുമ്പോഴായിരുന്നു. അവിടുന്ന് പിന്നെ ഐ ഫെൽ ലൈക്ക് അവിടെ ആക്ച്വലി ജസ്റ്റ് ഒരു പാത്വേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ ഒരു മെൻറ്റർ ഉണ്ടായിരുന്നു, ഡോക്ടർ അജയ് എന്ന് പറയും. സാറോട് സംസാരിച്ചു. സാറ് പറഞ്ഞു, സാറ് MEM കാരണം മാസ്റ്റേഴ്സ് ഇൻ എമർജൻസി മെഡിസിൻ കഴിഞ്ഞാണ് ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. സോ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ എനിക്കിങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു, എടാ നിനക്ക് ഇവിടെ നിന്നാൽ MRCM വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം, ബട്ട് നിനക്കത് പ്രോപ്പർ ചാനലിൽ കൂടെ പഠിക്കണം, യു ഗോ വിത്ത് ദാറ്റ് എന്ന് പറഞ്ഞു. അപ്പോഴും ഒന്നും നോക്കില്ല, നേരെ എക്സാം എഴുതുന്നു, കയറുന്നു. അവിടെയും വീണ്ടും എന്തോ കോഴിക്കോടിന് തന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. വീണ്ടും കോഴിക്കോട് തന്നെ കിട്ടി. കോഴിക്കോട് ആസ്റ്റർ മെംസിലായിരുന്നു എനിക്ക് സീറ്റ് കിട്ടിയത്. ബട്ട് വീട്ടുകാരുടെ ചെറിയൊരു പ്രഷർ ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. സോ ലോങ് ഡിസ്റ്റൻസ്, ലോങ് ടൈം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ നാട്ടിലോട്ട് പോകുന്നു. നാട്ടിൽ തിരുവല്ലയിൽ ബിലൂവേഴ്സ് മെഡിക്കൽ കോളേജ്, അവിടെയാണ് PG ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ടുള്ള 3 വർഷം അടിപൊളി. ദാറ്റ് വാസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡേയ്സ്. ലിറ്ററലി UG പോലും ഞാൻ അത്ര എൻജോയ് ചെയ്തിട്ടില്ല. PG ഡേയ്സ് ആണ് ഏറ്റവും ഇഷ്ടം. ഭയങ്കര രസമായിരുന്നു. ഓക്കെ, സാറിന് ഏറ്റവും ചാലഞ്ചിങ് ഫേസ് ആയിട്ട് തോന്നിയത് ഏതാണ് PGയുടെ സമയത്ത് മൊത്തം ഇപ്പം വരെയുള്ള മെഡിസിൻ ജേർണിയിൽ? ഓക്കെ, ചാലഞ്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറിന് ഐ തിങ്ക് എവറി കേസസ് ആ ചാലഞ്ചിങ്. അപ്പം ഞാൻ PG പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ മെൻറ്റർ പറയും, ലൈക്ക് ഞങ്ങളുടെ HOD പറയും, ഷമി സാർ, ഹി യൂസ് ടു സേ ഏറ്റവും വേഴ്സ്റ്റ് കേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിച്ചു ക്ലാസ്സിൻ്റെ ഇടയിൽ ഏറ്റവും വേഴ്സ്റ്റ് കേസ്, ഏറ്റവും ഡിഫിക്കൽട്ട് കേസ് എന്താണ്. ഞങ്ങളെല്ലാവരും പലതരത്തിലുള്ള കാര്യം, സീഷർ പറഞ്ഞു, സ്ട്രോക്ക് പറഞ്ഞു, കാർഡിയാക് അറസ്റ്റ് പറഞ്ഞു, കാർഡിയാക് അറസ്റ്റ് പോലും പറഞ്ഞേ, MI പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു. സാറ് ഓക്കെ ഗുഡ് ഗുഡ് ഗുഡ്, ബട്ട് നോ, ഹി യൂസ് ടു സേ ഇറ്റ്സ് നോട്ട് ദാറ്റ് കേസ്. സാർ എന്താ? ജനറലൈസ്ഡ് ടയർഡ്നെസ്. ജനറലൈസ്ഡ് ടയർഡ്നെസ്. മാർക്ക് ദ പോയിന്റ്. മുന്നോട്ട് പോകുമ്പം ഇങ്ങനെ ഒരു സാധനം കേട്ട് കഴിഞ്ഞാൽ പെടും. ഒരു പേഷ്യൻറ്റ് ജനറലൈസ്ഡ് ടയർഡ്നെസ് ആയിട്ട് നമ്മുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാണല്ലോ,
ലിറ്ററലി വി ആർ ബ്ലാങ്ക്. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഭയങ്കര പ്രശ്നമാണ്. ഒരു പേഷ്യൻ്റ് ക്ഷീണമാണ്, ഇന്നലെ തൊട്ട് എനിക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ ചിന്തിക്കും? എന്ത് അസുഖം നമ്മൾ പറയും? സ്ട്രോക്ക്, അബ്ഡോമിനൽ ഡിസ്കംഫർട്ട്, അല്ലേ? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ പോകും. കാർഡിയാക് അറസ്റ്റ് അല്ലാതെ ബാക്കി എല്ലാം നമ്മുടെ കൂടെ പോകും. വേണമെങ്കിൽ കാർഡിയാക് അറസ്റ്റിലോട്ട് പോവാം, അല്ലേ? അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇറ്റ്സ് വെരി ചാലഞ്ചിങ്. അങ്ങനെ കുറേ കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ജനറലൈസ്ഡ് ടയർഡ്നെസ് ഇസ് വെരി ചലഞ്ചിങ് കേസ് ഫോർ മീ. പിന്നെ എന്നെ ഭയങ്കരമായിട്ട് അലട്ടിയൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ബേബിയിൽ വർക്ക് ചെയ്യുമ്പോൾ, PG ചെയ്യുന്ന സമയത്തല്ല, ബേബിയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ മോർണിംഗ് ഷിഫ്റ്റ് കഴിയാനായി 1:30, അറൗണ്ട് 1 or 1:30, ഒരു അച്ഛൻ ലൈക്ക് അറൗണ്ട് 75, ഈസ് വാക്കിംഗ് ഇൻ ടു യെല്ലോ ഏരിയ. സോ ഹിസ് കംപ്ലൈൻറ്റ് വാസ് ക്ഷീണം. ഹിസ് കംപ്ലൈൻറ്റ് വാസ് ക്ഷീണം. ക്ഷീണമല്ലേ, അറ്റൻഡ് ചെയ്യാം. നമ്മളവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പോകാനായിട്ടുള്ള അരമണിക്കൂർ ബാക്കിയുണ്ട്. അപ്പം വലിയ വള്ളികൾ പിടിച്ചു കഴിഞ്ഞാൽ പോക്ക് നടക്കത്തില്ല, പ്രത്യേകിച്ച് ബേബി ഉള്ള ഒരു ഹോസ്പിറ്റൽ നടക്കത്തില്ല. ക്ഷീണമെന്നാ എന്നാൽ ഞാൻ നോക്കിക്കോളാം എന്നല്ല, വേറെ ആർക്കും കൂടെ ഞാൻ തന്നെ നോക്കാം. ഞാൻ നേരെ അച്ഛൻ എന്ത് ചെയ്തു, ട്രൈ ചെയ്ത് നേരെ ഗ്രീനിലോട്ടാണ് കിടത്തുന്നത്. യെല്ലോയിൽ പോലും ഞാൻ കിടത്തിയിട്ടില്ല കേട്ടോ. ലുക്ക്, യു ഹാവ് ടു നോട്ട് ദിസ്. സോ ഞാൻ ഗ്രീനിലോട്ട് കിടത്തുന്നു. ഞാൻ ഫുള്ള് നോക്കുക, നമ്മുടെ പ്രൈമറി സർവേ കംപ്ലീറ്റ്ലി നോക്കുന്നുണ്ട്. എനിക്കൊന്നും ക്യാച്ച് ആയിട്ട് കിട്ടുന്നില്ല. ബട്ട് ഹിസ് വൈറ്റൽസ് ടുവേർഡ്സ് എ വൈറ്റൽസ് പാർട്ട്, BP കുറച്ച് ലോവർ സൈഡ്. നടന്നു വന്ന അപ്പൻ ചിരിച്ച് കളിച്ച് ഞങ്ങളോട് സംസാരിച്ചു. അപ്പം ഞങ്ങളുടെ സാറുണ്ടായിരുന്നു, ഡോക്ടർ വിനൂപ്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇപ്പോഴത്തെ ചീഫാണ്. സാറ് വന്നിട്ട് സാറിനോട് ഞാൻ കേസ് ഡിസ്കസ് ചെയ്തു. സാർ ഇങ്ങനെയൊക്കെയാണ്, ആൾക്ക് ക്ഷീണം മാത്രമേ പറയുന്നുള്ളൂ, പക്ഷേ BP കുറഞ്ഞ് ലോവർ സൈഡിലാണ്. ഞാൻ കാനലേറ്റ് ചെയ്തു, ഓൾറെഡി കാനലേഷനൊക്കെ കഴിഞ്ഞ് ഫ്ലൂയിഡൊക്കെ സ്റ്റാർട്ട് ചെയ്തേ. സാറ് BP കുറഞ്ഞെന്ന് കണ്ടു. സാറ് ഓടി വന്നു, അച്ഛനോട് സംസാരിച്ചു, പ്രൈമറി സർവേ ചെയ്യുന്നു. എടുത്തോ പിടിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് മെഷീൻ എടുക്കാൻ പറഞ്ഞു, സോണോസൈറ്റ് എടുക്കാൻ പറഞ്ഞു. സോ ഈ took it and he's just went through all this processing. പെട്ടെന്ന് സ്റ്റെപ്പപ്പ് ചെയ്യാൻ പറഞ്ഞു. ഫാൻ സ്റ്റെപ്പപ്പ് ചെയ്തോ, റെഡിലോട്ട് ബെയിലോട്ട് സ്റ്റെപ്പപ്പ് ചെയ്യാൻ പറഞ്ഞു. എന്തുപറ്റി? ഞാൻ ലിറ്ററലി ഐ വാസ് ബ്ലാങ്ക്. ക്ഷീണമായിട്ട് വന്നൊരു പേഷ്യൻറ്റ് ജസ്റ്റ് ഒരു BP കുറഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സാറ് പെട്ടെന്ന് ഒന്ന് പറയാം, സോണോസൈറ്റ് വെച്ച് നോക്കിയിട്ട് സാറ് പെട്ടെന്ന് പറയാം സ്റ്റെപ്പപ്പ് ചെയ്യാൻ പറയാം. പേഷ്യൻ്റെ റെഡിലോട്ടല്ല ബെയിലോട്ട് കയറ്റാനാണ് പറയുന്നത്. ലുക്ക് ദ ഡിഫറൻസ്. സാറേ ഞാൻ ഇപ്പം സാറിന് ടൈം കിട്ടിയപ്പോൾ സാർ അത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, നമുക്ക് ഫ്രീ ഫ്ലൂയിഡ് കിട്ടിയിട്ടുണ്ട്, ഹി ഈസ് ബ്ലീഡിങ് ഇൻസൈഡ്. ക്ഷീണമായിട്ട് വന്ന ഒരാളുടെ കേസാണ്. ബൈസ്റ്റാൻഡർ ഹിസ് സം ഐ തിങ്ക് റിലേഷൻ someone says it. The most interesting part was his daughter was a leading medical professional. I think she's working somewhere. I don't like to leave her name. അങ്ങനെ ഞാൻ സാറിനോട് സംസാരിച്ചു. സാറ് കംപ്ലീറ്റ്ലി ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തന്നു. ഇന്ന സാധനമാണ്, ഇതാണ് സംഭവം, ഇതാണ് സാധനം എന്ന് പറഞ്ഞോട് പറഞ്ഞു തന്നു. ഞാനത് കേട്ടപ്പോൾ നമുക്ക് ആ കേൾക്കുന്ന സമയത്ത് ഐ ഹാവ് നോ ടൈം, എനിക്ക് സമയമില്ല, പേഷ്യൻ്റെ മേളിൽ എനിക്ക് ചിലവാക്കാൻ സമയമില്ല. ഹീ ഡസൻറ്റ് ഹാവ് എനി ടൈം, ലൈക്ക് ഐ തിങ്ക് ഫ്യൂ മിനിറ്റ്സ്, ഫ്യൂ അവേഴ്സ് ഹി മേ സർവൈവ്. ആ രീതിയിലാണ് സാർ എനിക്ക് പറഞ്ഞു തന്നത്. നേരെ ബെയിലോട്ട് പോകുന്നു, കാനലേറ്റ് അടുത്ത കയ്യിൽ കാനലേറ്റ് ഇടുന്നു, സെൻട്രൽ ലൈൻ ഇടുന്നു, ബ്ലഡ് ഓർഡർ ചെയ്യുന്നു, ബ്ലഡ് കൊടുക്കുന്നു. 1 hour കഴിഞ്ഞു, നേരെ CT എടുക്കുന്നു, CT അബ്ഡമൻ എടുക്കുന്നു. സോ ദ ഡയഗ്നോസിസ് വിച്ച് ഹീ സെഡ് വാസ് കംപ്ലീറ്റ്ലി ആപ്റ്റ്. സോ ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് സോ ആൻഡ് സോ. എന്താണെന്ന് ഞാൻ പറയണില്ല. സോ എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു, അറൗണ്ട് 2:30 to 3 ആയപ്പം ഞാൻ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങി. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം നടന്നു വന്ന ഒരു അപ്പാപ്പൻ നമ്മളോട് ചിരിച്ച് കളിച്ച് ഭയങ്കര സന്തോഷത്തോടെ വന്നിരുന്ന ഒരാൾ നടന്നു വരുന്നത്, അതാണ് ഏറ്റവും വലിയ ട്രിഗറിങ് പോയിന്റ്. അങ്ങനെ വന്നിരുന്ന ആൾ പെട്ടെന്ന് വെയിലോട്ട് എനിക്ക് സ്റ്റെപ്പപ്പ് ചെയ്യേണ്ടി വരുന്നു. ആളുടെ ഓറിയൻറ്റേഷൻ മൊത്തം നഷ്ടപ്പെടുന്നു. ഹീ ഈസ് ബിക്കമിങ് ഡ്രൗസി. കണ്ണുകൊണ്ട് കാണുമ്പോൾ ഉള്ള വിഷമമുണ്ടല്ലോ, ഭയങ്കരമായിട്ട് അലട്ടിയൊരു കേസായിരുന്നു അത്. ഞാൻ എന്നിട്ട് വീട്ടിലെത്തി, ഞാൻ 4 o'clock അപ്പോൾ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു യെസ് പോസിറ്റീവ്. ഇറ്റ് വാസ് ടെറിബിൾ. ഞാൻ എൻ്റെ പിള്ളേരോട്, എൻ്റെ സ്റ്റുഡൻസിനോട് ഇപ്പോഴും പറഞ്ഞു കൊടുക്കുന്നൊരു കഥ ഇതാണ്. അത് ഭയങ്കരമായിട്ട് എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അവിടെ നിന്നാണ് ഞാൻ എമർജൻസിയുടെ ഡിഫറൻസ് മനസ്സിലായത്. ലുക്ക്, കാഷ്വാലിറ്റി എന്നുള്ളൊരു എമർജൻസിയിലോട്ടുള്ള ട്രാൻസിഷൻ ഫേസ് അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മളിപ്പോൾ ഒരു കാഷ്വാലിറ്റിയിലാണ് പേഷ്യൻറ്റിനെ കൊണ്ടിട്ടിരുന്നെങ്കിൽ മൈൻഡ് പോലും ചെയ്യത്തില്ല, നമുക്ക് സ്റ്റെപ്പപ്പ് ചെയ്യാനുള്ള ചിന്ത പോലും നമ്മുടെ മനസ്സിൽ വരത്തില്ല. സോ അതൊരു ഭയങ്കര എന്താ പറയുക, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കേസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ പയ്യെ ഇങ്ങനെ വന്നു. പിന്നെ ഒരുപാട് മാസ് കാഷ്വാലിറ്റീസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് അറ്റൻഡ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഇറ്റ് വാസ് ഓൾ ദ ബെസ്റ്റ് ട്രെയിനിങ് ഫ്രം മൈ സാഴ്സ് ആൻഡ് ഓൾ. അത് കാരണം അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
ഇങ്ങനെ പോകുന്നു. ഓരോ ദിവസം ചാലഞ്ചിങ് ആണ്, അത് വേറെ. സർ, അപ്പം ഇത്രയും പ്രഷർ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് സർ ഉള്ളത്. ഹൗ ഡു യു സ്റ്റേ കാം? വാവ്. ലുക്ക്, ഇത് പറയുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ കഥ പറയാം. എനിക്കൊരു 3 or 4 months ബാക്ക് ഐ ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു അറ്റൻഡ് എ പ്രോഗ്രാം കോൾഡ് പൂപ്പ. ഹാവ് യു ഹേർഡ് ഇറ്റ്? It's a program which has been conducted by director Tharumurthy. Tharumurthy അറിയില്ലേ? തുടരും മൂവിയുടെ ഡയറക്ടർ. ഓക്കെ, നൗ യു ഹാവ് ഗോട്ട് ഇറ്റ്. ലൈക്ക് സോ ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ദേ. സോ അങ്ങനെ ആ ഒരു സദസ്സിൽ ഞങ്ങൾ 100ഓളം ആൾക്കാരുള്ള സമയത്ത് എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. സംസാരിച്ചുകൊണ്ടിരിക്കെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ഞാൻ ഡൗണായി, ഭയങ്കര ഡെസ്പായി, നല്ലോണം കരയേണ്ടി വന്നു. ഈ കരഞ്ഞായിട്ട് ഞാൻ ഇങ്ങനെ സൈഡിൽ വന്നിരുന്നപ്പോൾ എന്നോട് തൊട്ടടുത്തിരുന്ന ഒരു കൊളീഗിൻ്റെ അടുത്ത് ചോദിക്കുക, ഏതാ ഡിപ്പാർട്ട്മെൻറ്റ്? ഞാൻ എപ്പോഴാണ് റിലീവ് ചെയ്യുന്നത്? ഞാൻ ഡോക്ടറാണ്. ഏതാ ഡിപ്പാർട്ട്മെൻറ്റ്? ഞാൻ എമർജൻസി. എന്നിട്ടാണോ കരഞ്ഞത്? ഞാൻ ഒരിക്കലും ഇല്ല. ദ തിങ് ഈസ്, നമ്മൾ കാണുന്ന ഓരോ കേസും നമ്മുടെ മനസ്സിൽ കയറും. അത് എമർജൻസിയുടെ മാത്രം ഒരു പ്രത്യേകതയാണെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ എല്ലാ കേസുകളും നമ്മുടെ മനസ്സിൽ കയറും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ചുരുങ്ങിയ കാലങ്ങൾ, ഇപ്പം കുറച്ച് നാളായിട്ടുള്ളൂ ആസ്റ്ററിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് എനിക്ക് അറൗണ്ട് 10 months. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ലൈഫ് ടൈമിൽ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു. ലൈക്ക് ഐ ഹാവ് നോട്ട് ഇവൻ ഇൻറ്റുബേറ്റഡ് എ പീഡിയാട്രിക് കേസ്. ഒരു കുട്ടീനെ വെന്റിലേറ്ററിലാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചാലഞ്ചിങ് ആണ്. അപ്പോൾ എനിക്കൊന്ന് ആസ്റ്ററിൽ വന്നതിന് ശേഷം ഒരു 6 or 7 അടുപ്പിച്ച് എനിക്കത് ചെയ്യേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ സ്വന്തം മോളുടെ പ്രായമുള്ള കുട്ടികൾ നമ്മുടെ മുന്നിൽ ചലനമില്ലാതെ കിടക്കാവുന്ന സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി. അവിടെ എനിക്ക് ടെൻസ്ഡ് ആയിട്ടോ ഡിപ്രസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, ആകെ ബ്ലാങ്കായിട്ട് കാര്യമുണ്ടോ, ബ്ലാക്ക് ഔട്ടായിട്ട് കാര്യമുണ്ടോ? ദ ഓൺലി തിങ് ഈസ് ബി കൂൾ, ബി കാം. അത്രേ ഉള്ളൂ. നമ്മളൊരു പേഷ്യൻ്റ്, അറസ്റ്റായിട്ട് നമ്മുടെ പേഷ്യൻ്റ് നമ്മുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. ബഹളം വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് എണീറ്റ് വരുമോ? ഒരിക്കലുമില്ല. കാമായിട്ട് സമാധാനത്തിൽ കൂടെ നിൽക്കുന്ന സ്റ്റാഫിനെ പോലും നമ്മുടെ കൂടെ നിർത്തി അവരെയും നല്ല രീതിയിൽ സന്തോഷിപ്പിച്ച് അവരോട് വഴക്ക് പറയാതെ, അവർ ചിലപ്പോൾ തെറ്റുകൾ ചെയ്യും, അവരോട് വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ചാടിയിട്ട് കാര്യമില്ല, പറഞ്ഞു കൊടുക്കുക അല്ലേ. അതൊക്കെ ഒരു എന്താ പറയുക, ഹാൻഡ്ലിങ് ദി സിറ്റുവേഷൻ എന്ന് പറയും. ഭയങ്കര കാമായിട്ട് ഹാൻഡിൽ ചെയ്യുക. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് എന്തോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രയും 3 വർഷത്തെ എക്സ്പീരിയൻസ്, 2 വർഷത്തെ എക്സ്പീരിയൻസിൽ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. സിറ്റുവേഷൻ കാമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ. സോ ഐ തിങ്ക് ദാറ്റ്സ് എ മെയിൻ തിങ്. ബി കാം, ബി കൂൾ. ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്. അറസ്റ്റ് ആയിക്കോട്ടെ, MI ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പല തരത്തിലുള്ള സാധനങ്ങൾ വരും. നമ്മൾ അതിനകത്ത് ടെൻസ്ഡായിട്ട് യാതൊരു കാര്യമില്ല. കൂളായിട്ട് നിൽക്കുക, അറ്റൻഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്.